മക്കളെ, ഇന്ന് നമ്മള് സൗഹാർദ്ദ കുസുമാരി എന്ന് പറയുന്ന അവസാനത്തെ 4ാമത്തെ പാഠഭാഗത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കിയാൽ എന്തൊക്കെയാണെന്നുള്ളത്. ദേവാക്യങ്ങൾ അല്ലെ, ദേവാക്യങ്ങളും ആപ്തവാക്യങ്ങളും മിസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദേവാക്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സത്യമേവ ജയതേ എന്ന് പറയുന്നത് ധ്യേയവാക്യമാണ്. സത്യമേവ ജയതേ എന്ന് പറയുന്നത് ധ്യേയവാക്യമാണ്. അതുപോലെ തന്നെ യഥോ ധർമ്മസ്തഥോ ജയഃ, യഥോ ധർമ്മം തഥോ ജയഃ, എന്താണോ ധർമ്മം അത് ജയിക്കട്ടെ എന്ന് പറയുന്നതും ഒരു ധ്യേയവാക്യമാണ്. അടുത്തത് അസതോമാ സദ്ഗമയ, അസതോമാ സദ്ഗമയ. പിന്നെ തമസോമാ ജ്യോതിർഗമയ, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തുള്ള എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പറയുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാണ് ആപ്തവാക്യങ്ങള്. ആപ്തന്മാരുടെ വാക്യമാണ് ആപ്തവാക്യം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. വസുദൈവ കുടുംബകം. എന്താണ് വസുദൈവ കുടുംബകം? വസുദൈവ കുടുംബകം, ലോകമേ തറവാട് എന്ന് പറയുന്നതാണ് വസുദൈവ കുടുംബകം എന്ന് പറയുന്നത്. അടുത്തത് ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഘരീയസി, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഘരീയസി എന്നാണ് പറയുന്നത് അല്ലെ. അടുത്തത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്യഭ ബോധത എന്നാണ്. വരാന്യേ ബോധത, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്യ ബോധത. അടുത്തത് മാതാപിതാ ഗുരുർ ദൈവം. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് മാതാപിതാ ഗുരുർ ദൈവം എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്തതായിട്ട് നോക്കാം മാനവിക മൂല്യങ്ങൾ. എന്തൊക്കെയാണ് മാനവിക മൂല്യങ്ങൾ എന്നുള്ളതാണ് നോക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഒരു മാനവിക മൂല്യമാണ്. ത്യാഗം എന്ന് പറയുന്നതും മറ്റൊരു മാനവിക മൂല്യമാണ്. ദയ എന്ന് പറയുന്നതും മാനവിക മൂല്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സ്നേഹം വേണം, അതുപോലെ ത്യാഗം വേണം, അതുപോലെ ദയ വേണം. മൈത്രി, കൂട്ടുകെട്ട് അല്ലെ. മൈത്രി എന്ന് പറയുന്നത് എന്താണ്? കൂട്ടുകെട്ട്. നമുക്ക് ഫ്രണ്ട്സ് വേണ്ടേ? ഫ്രണ്ട്സ് വേണം. ഫ്രണ്ട്സ് ഉണ്ടായാൽ മാത്രമേ നമ്മളൊരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവൂ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഓടിച്ചെന്ന് പറയാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് മൈത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരോപകാരഃ, ഉപകാരം ചെയ്യുക. പരോപകാരഃ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉപകാരത്തെയാണ് പരോപകാരം എന്ന് പറയുന്നത്. കാരുണ്യം, കാരുണ്യം ഉണ്ടായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള മനസ്സിലൊരു കാരുണ്യൊക്കെ ഉണ്ടാകണം. പാവങ്ങളെ കാണുമ്പോൾ കുറച്ച് പൈസ ഒക്കെ കൊടുക്കാം എന്നൊക്കെ തോന്നുന്നതാണ് കാരുണ്യം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് സഹോദര്യം. എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും അവർക്കും എന്തുണ്ട്? ഒരു സാഹോദര്യ ബന്ധം, നമ്മളും അവരും തമ്മിൽ ഒരു സാഹോദര്യ ബന്ധമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ധർമ്മഃ, ധർമ്മം. നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നല്ലതായിട്ടും മോശമായിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ബുദ്ധിയും കാര്യങ്ങളൊക്കെ ധർമ്മത്തിൽ ഉൾപ്പെടുന്നതാണ്. ധർമ്മം വേണം. ധർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിൽ ഉള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുകയാണ് ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇതിൽ 1ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേത് താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. എന്താണ് പറയുന്നത്? പരോക്ഷേ കാര്യഹന്താരം, ഒരു പ്രത്യക്ഷമായിട്ട് പ്രത്യക്ഷതയിലല്ലാത്ത ഒരു പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുക. പരോക്ഷമായിട്ട് നമ്മൾ കാണാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണ്. ഇപ്പൊ മിസ് ക്ലാസ് എടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണാതെ നമ്മളോട് ഇവക്കെല്ലാം എന്തിനാ ഇപ്പൊ ക്ലാസ് എടുക്കാൻ പോകേണ്ട ആവശ്യം എന്നൊക്കെ ചോദിക്കുക. പക്ഷേ പ്രത്യക്ഷത്തില് നമ്മൾ മുന്നിൽ നിന്നിട്ട് നമ്മളോട് നീ ക്ലാസ് എടുക്കാൻ പോവുകയാണല്ലേ, നല്ലതാണല്ലേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പിറകിൽ നിന്ന് നമ്മൾ മോശം പറയുന്ന ആ ഒരു രീതിയെയാണ് ഇവിടെ പറയുന്നത്. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം താദൃശം മിത്രം. അങ്ങനെയുള്ള കൂട്ടുകാരെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? പയോന്മുഖം, അങ്ങനെയുള്ള കൂട്ടുകാര് പയോന്മുഖം വിഷകുംഭം വർജയേത്. എന്താണ്? മുകളിൽ പയോന്മുഖമായിട്ട് മുകളിൽ പാൽ നിറച്ച വിഷകുംഭത്തിനെ പോലെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പയോന്മുഖത്ത് ഒരു പാലിന്റെ ഒരു കുടം, ആ കുടത്തില് എന്തുണ്ട്? വിഷമാണുള്ളത് എന്ന് കരുതുക.
ഓക്കെ, ഒരു കുടമുണ്ട്. ആ കുടത്തില് കുറച്ച് വിഷം ചേർത്തിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ എന്താണ്, അത് പാലായിട്ട് തോന്നും. പക്ഷെ അത് കുടിക്കുമ്പോൾ മാത്രമേ അതിൽ വിഷമുണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതുപോലെയാണ് പ്രത്യക്ഷത്തിൽ നമ്മളോട് നന്നായി സംസാരിക്കുകയും നമ്മൾ കാണാതെ നമ്മൾ പിറകിൽ നിന്നിട്ട് നമ്മളെ കുറിച്ച് മോശം പറയുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റി നിർത്തേണ്ടത് അല്ലെ. അപ്പൊ അവര് എന്തുപോലെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, വിഷം നിറച്ചിട്ടുള്ള ഒരു കുടത്തില്, പാൽ കുടത്തിലേക്ക് വിഷം നിറച്ചതുപോലെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. മനസ്സിലായല്ലോ? യെസ്. അങ്ങനെയുള്ള മിത്രങ്ങളെ എന്താണ്, വർജിക്കണം, എന്താക്കണം, ഒഴിവാക്കണം. വർജിക്കണം എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള മിത്രങ്ങളെ ഒഴിവാക്കേണ്ടതുണ്ട്, ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അതിലെ വിഗ്രഹപദം ഒന്ന് നോക്കാം. കാര്യഹന്താരം എന്ന് പറയുന്നത് കാര്യം ഹന്തി ഇതി കാര്യഹന്താരഃ. പ്രിയവാദിനം പ്രിയം വദതി ഇതി പ്രിയവാദി. പ്രിയം വദതി ഇതി പ്രിയവാദി. ഇനി അടുത്തത് കരാരിവ ശരീരസ്യ നേത്രയോഹോ റിവ പശ്മണി അവിചാര്യ പ്രിയം കുര്യാത് തൻ മിത്രം മിത്രമുച്യതേ. എന്താണ് പറയുന്നത്? കരാരിവ ശരീരസ്യ കരൗ ഇവ. ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് എന്തായി മാറുന്നു? ഇരു കൈകൾ, കരൗ അല്ലെ, രണ്ട് കൈകൾ എന്ന പോലെ തന്നെ നേത്രയോഹോ കണ്ണിന് എന്തായി മാറുന്നു? കണ്ണിന് പക്ഷ്മണീവ കൺപോളകൾ പോലെ, കണ്ണിന് കൺപോള പോലെ. അവിചാര്യ പ്രിയം കുര്യാത് ഒന്നും വിചാരിക്കാതെ പ്രിയം ചെയ്യുന്നവർ തത് മിത്രമാണ്, മിത്രമുച്യത. അത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള മിത്രം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ശരീരത്തിന് കൈകൾ എന്നതുപോലെ കണ്ണുകൾക്ക് കൺപോള എന്നതുപോലെ തന്നെ ഒന്നും പ്രതീക്ഷിക്കില്ല. നമ്മളെ ഒരു സാധനവും അവർ പ്രതീക്ഷിക്കില്ല. നമ്മൾ എന്ത് കൊടുത്താലും ഒരു സാധനം അവർക്ക് വേണ്ട. പക്ഷേ നമുക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും ഓടുകയും നമ്മളെ കാര്യത്തിന് വളരെ ആർത്തി കാണിക്കുകയും അല്ലെങ്കിൽ നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ നെട്ടോട്ട് ഓടുകയൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ആരും പോണ്ട, ഞാൻ ചെയ്യാം, എടാ നിനക്ക് എന്താണോ പറ്റിയത്, ഞാൻ വരണോ എന്നൊക്കെ ചോദിക്കുന്ന ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഹോംവർക്ക് ചെയ്തിട്ടില്ലേ, ഞാൻ ചെയ്തു തരണോ, എന്റെ ബുക്ക് വേണോ എന്നൊക്കെ ചോദിക്കുന്ന നിങ്ങൾക്കും അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? ശരീരത്തിന് ഇരു കൈകൾ എന്നതുപോലെ കണ്ണുകൾക്ക് കൺപോള എന്നതുപോലെ തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളോട് ഇഷ്ടം തോന്നുന്ന ആൾക്കാരെയാണ് യഥാർത്ഥത്തിൽ മിത്രം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു കാര്യം മനസ്സിലായല്ലോ? യെസ്. ഇവിടെ പദച്ഛേദം ഒന്ന് നോക്കാം. കരാരിവ എന്ന് പറയുന്നത് കരോ അധികം ഇവയാണ്. കരാരിവ എന്ന് പറയുന്നത്. നേത്രയോരിവ എന്ന് പറയുന്നത് നേത്രയോഹോ അധികം ഇവ. ഇനി അടുത്തത് യസ്യ മിത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതിഃ മിത്രേണ സഹ യോ ഭൂങ്ക്തേ തതോ നാസ്തിഹ പുണ്യവാൻ. എന്താണ് പറയുന്നത്? യസ്യ മിത്രേണ സംഭാഷ, ഏതൊരാളാണോ മിത്രത്തിന്റെ കൂടെ സംഭാഷണം ചെയ്യുന്നത്, ഏതൊരാളാണോ മിത്രത്തിന്റെ കൂടെ സംഭാഷണം ചെയ്യുന്നത് യസ്യ മിത്രേണ സംസ്ഥിതിഃ, ഏതൊരാളാണോ മിത്രത്തിന്റെ കൂടെ ഒന്നിച്ചിരിക്കുന്നത്, ആരാണോ മിത്രത്തിന്റെ കൂടെ സംസാരിക്കുന്നത്, അതുപോലെ മിത്രത്തിന്റെ കൂടെ ഒന്നിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ യഹ മിത്രേണ സഹ ഭൂങ്ക്തേ, ആരാണോ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, ആരാണോ ഒന്നിച്ചിരിക്കുന്നത്, ആരാണോ അയാളുടെ സംസാരിക്കുന്നത്, ആരാണോ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, അവനേക്കാൾ പുണ്യവാൻ ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. തതഹ പുണ്യവാൻ ഇഹനാസ്തി, മറ്റുള്ള ഒരാളും അവനേക്കാളും പുണ്യം ചെയ്തവനല്ല. കാരണം സംസാരിക്കാൻ നമുക്ക് ആളുണ്ട്, നമുക്ക് കൂടിയിരിക്കാൻ ആളുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാൻ ആളുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഒരാളുടെ വിഷമം കേൾക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ പറഞ്ഞു പോകുന്നത്. മനസ്സിലായല്ലോ മക്കളെ? യെസ്. ഇവിടെ പദച്ഛേദം നോക്കാം. തതോ നാസ്തിഹ എന്ന് പറയുന്നുണ്ട് അല്ലെ. തതഹ അധികം ന അധികം അസ്തി അധികം ഇഹ. തതഹ അധികം ന അധികം അസ്തി അധികം ഇഹയാണ് തത നാസ്തിഹം എന്ന് പറയുന്നത് കേട്ടോ. യെസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഏതാനി വാക്യാനി പഠിത്ത ഏതാ ആശയാനി സുഭാഷിതാനി ലിഖതു, ഏതാശയം വരുന്ന സുഭാഷിതമാണ് എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഈ പരോക്ഷേ കാര്യഹന്താരഹ പ്രിയവാദിനഹ താൻ ജനാൻ വർജയത്. നമുക്കറിയാം ഇത്തരത്തിൽ ആശയങ്ങൾ അനുസരിച്ചിട്ട് വന്നിട്ട് സംഭാഷണം അല്ലെങ്കിൽ സുഭാഷിതം എഴുതാൻ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതേ വാക്കുകൾ തൊട്ടടുത്ത ശ്ലോകത്തിൽ ഉണ്ടാവും. അപ്പൊ അത് എടുത്തെഴുതേ വേണ്ടു. അപ്പൊ ഇവിടെ പരോക്ഷ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയില്ല അതേത് സുഭാഷിതത്തിലാണ്. പരോക്ഷേ കാര്യഹന്താരം തുടങ്ങുന്ന സുഭാഷിതത്തിലാണ് അല്ലെ. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം
വർച്ചയേത് താദൃശം മിത്രം വിഷകുംഭം പയോമുഖം എന്ന് പറയുന്ന ആ സുഭാഷത്തിലാണ്. ഇനി അടുത്തത് നേത്രയോഹോ പക്ഷ്മണി. നേത്രയോഹോ കണ്ണിന് കൺപോള പോലെ, കൈകൾക്ക് ശരീരത്തിന് കൈ എന്ന പോലെ എന്നൊക്കെ പറയുന്ന സുഭാഷിതം ഏതാണ് അറിയാലോ? കരാരിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അല്ലെ. അവിചാര്യ പ്രിയം കുര്യാത് തന്മിത്രം മിത്രമുച്ഛതേ എന്ന് പറയുന്ന ആ ഒരു സുഭാഷിതമാണ്. ഇനി അടുത്തത് യസ്യ മിത്രേണ സഹ സദാ സംസ്ഥിഹി. യസ്യ മിത്രേണ സംഭാഷ, ആരാണോ നന്നായിട്ട് സംസാരിക്കുന്നത്, മിത്രത്തോട് സംസാരിക്കുന്നത്, അതുപോലെ മിത്രത്തിന്റെ കൂടെ ഇരിക്കുന്നത്, ഇനി മിത്രത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, അവനാണ് ഏറ്റവും മുമ്പിലുള്ള പുണ്യവാൻ എന്ന് പറയുന്ന ഒരു സംഭാഷണം അല്ലെ, അങ്ങനെയുള്ള ഒരു ശ്ലോകം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു പാഠഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. യെസ്, അതുപോലെ തന്നെ ഇതുപോലെ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഒരു കാര്യം വരും. വനം വനേ വനാനി, യാനം യാനേ യാനാനി, നയനം നയനേ നയനാനി, ശരീരം ശരീരേ ശരീരാണി, മിത്രം മിത്രേ മിത്രാണി. നിങ്ങൾക്ക് ചിലപ്പോ ഇതിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് തരും, എന്നിട്ട് ഇഷ്ടപ്പെട്ടത് എഴുതാൻ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാറ്റേൺ അനുസരിച്ചിട്ട് അടുത്തത് എഴുതുക, അങ്ങനെയുള്ള രീതികളൊക്കെ വരും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് തൊട്ട് മുമ്പിലുള്ള കാര്യം എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ചിട്ട് വേണം അടുത്തത് എഴുതാൻ. വനം വനേ വനാനി, വനം വനേ വനാനി, യാനം യാനേ യാനാനി, ശരീരം ശരീരേ ശരീരാണി, മിത്രം മിത്രേ മിത്രാണി. ആ ഒരു രീതിയിൽ തന്നെ, ആ ഒരു കോഡിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. യെസ്, അത്രയും കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ താങ്ക് യു.